കഴിഞ്ഞ മാസം 13-ാം തീയതി ഇളയമോൾ അമ്മയെ കാണാനായി കുടുംബ വീട്ടിലേക്ക് വന്നതാണ്. ഇലച്ചിവൾ ഉന്നതിയിലെ കൊച്ചു കുടിലിന്റെ ഉമ്മറത്ത് പേമാരി പെയ്ത്തിൽ ചോർന്നിരിക്കുന്നിടത്ത് ഒഴിഞ്ഞ ഒരു കോണിലായി അഴിച്ചിട്ട നൈറ്റിക്കടുത്ത് ചാരി വച്ചിരിക്കുന്ന വെട്ടുകത്തി, താഴെ പാളയിൽ മൂടി വച്ചിരിക്കുന്ന കുറെ കാട്ടുകിഴങ്ങുകൾ. മോൾ അമ്മയെ പുറത്തും അകത്തും ഒക്കെ തിരക്കി. നാട്ടുകാരിൽ ചിലർ പറഞ്ഞു, വള്ളി കഴിഞ്ഞ 2 ദിവസങ്ങളായി പുറത്തു വന്നിട്ടേയില്ല, ആരും കണ്ടിട്ടില്ല. അന്നൊരിക്കൽ കാട്ടുകിഴങ്ങ് ശേഖരിച്ചു വരുമ്പോൾ പഴനി മുഖത്തിട്ടിടിച്ച നീര് വന്ന കറുത്ത പാട് ആൾക്കാരൊക്കെ കണ്ടിരുന്നു. പഴനിയും വള്ളിയമ്മയും കഴിഞ്ഞ 13 വർഷങ്ങളായി ഒരുമിച്ചാണ് ഈ കുടിലിൽ താമസിക്കുന്നത്. പഴനിക്ക് വേറെ ഭാര്യയുണ്ട്, വള്ളിയമ്മയ്ക്ക് വേറെ ഭർത്താവും ഉണ്ടായിരുന്നു. അതിൽ 2 പെൺമക്കളുമുണ്ട്. തുടക്കം എവിടെയും പോലെ സ്നേഹവും കരുതലുകളും. ഒടുക്കം എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വള്ളിയമ്മയുടെ ആദ്യഘട്ടിലെ 2 പെൺമക്കളിൽ ഇളയവളും കുറെ നാട്ടുകാരും ഇപ്പോ ആ കുടിലിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഒപ്പം നമ്മളുമുണ്ട്. വള്ളിയമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? ഇടയ്ക്ക് പഴനി കയറി വന്നു. അപ്പോൾ മോൾ കുടിലിനുള്ളിലായിരുന്നു. അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ ഒന്നും പറയാതെ അവളെ ഒന്ന് മൂർച്ചയോടെ നോക്കി കുടിലിൽ കയറിപ്പോയി തോളത്തൊരു തോർത്തുമിട്ട് അസ്ത്രമിട്ട പോലെ തിരികെ പോകുന്ന കണ്ടു. ഇനി വൈകാതെ ചിലപ്പോൾ തിരിച്ചും വന്നാലായി. അയാളെ കണ്ടപ്പോ അവൾക്ക് ഉള്ളിലൊരു റാന്തൻ. പഴനി ആ വീട്ടിൽ പൊറുതിക്കെത്തി അന്ന് തുടങ്ങിയ ഒരു തീയാണ് മോൾക്ക്. ഉള്ളിൽ ഇന്നും അതുണ്ട്. അവൾ മുറിക്കുള്ളിൽ നോക്കി. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന തുണികൾ, പാത്രങ്ങൾ, ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട് പോലെ. അവളുടെ നെടുവീർപ്പിൽ വേദനയുടെ, നഷ്ടത്തിന്റെ പുകച്ചുരുളുകളായിരുന്നു. അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകളിൽ കണ്ണുനീർ നിറഞ്ഞ് ഇരുട്ട് പടരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വന്നതറിഞ്ഞ് ഇലച്ചിവൾ ഉന്നതിയിൽ ആളുകൾ കൂടി. കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. പഴനി വെറുക്കുന്ന വള്ളിയമ്മയുടെ പുതിയ കൂട്ടുകാരൻ. അയാൾക്കൊരു 45 വയസ്സ് പ്രായം പറയാം. വള്ളിയമ്മയെ കാണാനില്ലെന്നറിഞ്ഞ് വന്നതാണ് അയാളും. 50-നടുത്ത് പ്രായമുള്ള പളനിക്ക് ഇയാളെ കണ്ണെടുത്താ കണ്ടുകൂടാ. കഴിഞ്ഞ ജയിൽവാസ സമയത്താണ് പഴനി ഈ ചെറുപ്പക്കാരനെ വള്ളിയമ്മയോടൊപ്പം കാണുന്നത്. അന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വന്നയാളാണ് ഇയാൾ. അയാളും വള്ളിയമ്മയോടൊപ്പം ഉണ്ടായ ആ കാലം മുതൽ പഴനിക്ക് ചില സംശയങ്ങളും സംശയരോഗങ്ങളും, നമ്മളൊക്കെ നാട്ടുവർത്തമാനത്തിൽ പറയുന്ന പോലെ സംശയരോഗം. വള്ളിക്ക് പ്രായം 42 കഴിഞ്ഞു. അമ്മയുടെ വസ്ത്രങ്ങളും പാത്രങ്ങളും ഒന്നും അടുക്കിപ്പെറുക്കി വെക്കാൻ ഈ പെൺകുട്ടി നിന്നില്ല. അവൾ പുറത്തേക്ക് ഇറങ്ങി. ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെ അവൾ ഓടി അട്ടപ്പാടിയിലെ പുത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി. സാറ്, എന്റെ അമ്മയെ കാണാനില്ല. അവൾ പുറത്തു കണ്ട പോലീസുകാരനോട് വിവരം പറഞ്ഞു. പോലീസുകാരനെന്ന് പറയില്ല കേട്ടോ, സിവിൽ ഓഫീസർ. പുത്തൂർ SHO ഒരു പരാതി എഴുതി വാങ്ങി. എന്നിട്ട് വൈകുന്നേരത്തോടെ അവളെയും കൂട്ടി പുത്തൂർ പഞ്ചായത്തിലെ തന്നെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഇലച്ചിവൾ ഉന്നതി എന്ന സ്ഥലത്തേക്ക് വന്നു. സമയം 3-3:30 കഴിഞ്ഞു. വനത്തിനുള്ളിലേക്ക് പോയി എന്ന് ഉറപ്പുണ്ടോ? അവസാനം വള്ളിയമ്മയെ കണ്ടതാര്? പഴനി വള്ളിയെ കണ്ടത് എന്നാണ് അവസാനമായി. നാട്ടുകാരിൽ വള്ളിയോട് അടുപ്പമുള്ളവർ ആരൊക്കെ, പഴനിയോട് അടുപ്പമുള്ളവർ ആരൊക്കെ? നാട്ടിലിടയ്ക്കിടെ പുലി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചു? അങ്ങനെ അനവധി ചോദ്യങ്ങൾ പോലീസിനോട് അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു കൂട്ടം കൂടി നിന്നവരിൽ പലരും. ഭാര്യയെ കാണാത്ത നോവിനാൽ തുണി കൊണ്ട് വായമറച്ച് വിതുമ്പി നിൽക്കുന്ന പഴനി അവിടെയുണ്ട്. പിറ്റേന്ന് ഈ മോളെ സ്റ്റേഷനിലേക്ക് പോലീസ് വിളിപ്പിച്ചു. പഴനിയും വള്ളിയും തമ്മിൽ വഴക്കും തർക്കവും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിനോട് വിവരം കൊടുത്തു. വള്ളിയുടെ പുതിയ ആൺ സുഹൃത്ത് ആളെങ്ങനെ? അയാളെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെ? അയാളുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഏതൊക്കെ? ഇതൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒരു വനിതാ സിവിൽ ഉദ്യോഗസ്ഥ ഈ മോളെ സമാധാനിപ്പിച്ചു. അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് തന്നെ ഉച്ചയോടെ പോലീസ് പഴനിയെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. വിശദമായ മൊഴിയെടുത്തു. അന്ന് ഉൾവനത്തിൽപ്പെട്ടാൽ കടുവയും പുലിയും ഉണ്ടെന്നും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നും ഒക്കെ പളനി പോലീസിനോട് പറഞ്ഞു. വള്ളി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും മുന്നേ താൻ കാട്ടിൽ കയറിയെന്നും വള്ളിയെ താൻ പിന്നെ കണ്ടിട്ടേ ഇല്ലെന്നും ആണ് അയാൾ പറയുന്നത്. എന്നാൽ കാണാതെ ആകുന്നതിന്റെ തലേന്ന് 11:30-ഓടെ, അതായത് 12-ാം തീയതി കഴിഞ്ഞ മാസം
ഇവർ ഒരുമിച്ച് കാട്ടിലേക്ക് പോയത് കണ്ടവർ ചിലരുണ്ട്. ഒന്നുകൂടെ പഴനിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അന്ന് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന രീതിയാവും എന്ന് പഴനിയോട് അടുപ്പമുള്ള ചിലർ പറഞ്ഞു. പോലീസിന് കുറ്റകൃത്യത്തിന്റെ ഊരാക്കുരുക്ക് അഴിച്ചെടുക്കാനുള്ള ട്രെയിനിങ് കിട്ടിയവരാണ്. SHO, DYSP ഇവർ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. വള്ളിയമ്മ തിരോധാനം, കൊലപാതകമെന്ന നിഗമനം. പല പത്രത്തിലും വാർത്തയിലും ഇങ്ങനൊരു ടൈറ്റിലാ വന്ന്. പഴനി കസ്റ്റഡിയിലുണ്ട്. വള്ളിയമ്മയുടെ ആൺ സുഹൃത്ത് സ്ഥലത്തില്ല. അയാൾ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. പഴനി പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞു അയാളെയാണ് തനിക്ക് സംശയം. അയാൾ അവളെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് തീർത്തിട്ടുണ്ടാവാം. SHO പഴനിയെ സമാധാനിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ തന്നെ പഴനി ഇരിക്കുകയാണ്. അവർ കഴിക്കുമ്പോൾ അയാൾക്കും ഭക്ഷണം കൊടുക്കും, അവർ കുടിക്കുമ്പോൾ അയാൾക്കും വെള്ളം കൊടുക്കും. പഴനി എന്തായാലും പോലീസുകാർ പഠിച്ചുകൊണ്ടേയിരുന്നു. പഴനിക്കാണെങ്കിൽ മുൻപും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അടിപിടി കേസുകളുണ്ട്. പഴനി ജയിലിൽ കിടന്നിട്ടുമുണ്ട്. പിറ്റേന്ന് മോൾ ആ വാർത്ത അറിഞ്ഞു ഞെട്ടി. അവളുടെ പ്രിയപ്പെട്ട അമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതും വനത്തിനുള്ളിൽ വച്ച്. പ്രതി പഴനി. ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. കാൽ തട്ടി കൊക്കയിൽ വീണു എന്നും ഉൾവനത്തിൽ 10ഓളം കിലോമീറ്റർ താണ്ടി മാത്രമേ പുറത്തേക്ക് അയാൾക്ക് ഈ ഡെഡ് ബോഡിയുമായി വരാൻ കഴിയൂ എന്നും അതുകൊണ്ട് അവിടെ തന്നെ മറവ് ചെയ്തുവെന്നുമാണ് പഴനിയുടെ ആദ്യ മൊഴി. എന്നാൽ അത് മുഖവിലേക്ക് എടുക്കാൻ പോലീസ് തയ്യാറായില്ല. പഴനിയെയും കൂട്ടി അന്വേഷണ സംഘം കാട് കയറുകയാണ്. ഒപ്പം തൂമ്പയും മണ്ണുമാന്തുന്ന ആയുധങ്ങളുമായി ഏതാനും തൊഴിലാളികളും റവന്യൂ ഉദ്യോഗസ്ഥരും ഉണ്ട്. പിന്നെ എത്ര ഓടിച്ചാലും പിരിഞ്ഞു പോകാത്ത മാധ്യമ പ്രവർത്തകരും കുറെ നാട്ടുകാരും ആക്രി കുരുപ്പുകളും. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാടാണ്. വലിയ റിസ്ക്കുള്ള ഒരു ദൗത്യമാണത്. പഴനിയും കൂടെ ഉണ്ട്. പഴനി കാണിച്ച വഴികൾ നടന്ന് സംഘം ഒടുവിൽ ഒരു മലഞ്ചരിവിലൂടെ അഗാധമായ കൊക്കയുടെ കുത്തനെയുള്ള ചരിവിലേക്ക് ഇറങ്ങി. അവിടെ ഒരിടം ചൂണ്ടിക്കാണിച്ച് പഴനി പറഞ്ഞു, അതാ അവിടെ. പ്ലാവില ഇലകൾ ചുരുട്ടി കൂടുവയ്ക്കുന്ന വലിയ ചുവന്ന പുളിയുറുമ്പുകളില്ലേ, നാട്ടിൽ നീറുകൾ എന്നാ അതിന് പറയാറ്. നിങ്ങൾ അതിനെന്താ പറയുക? അവയെ 1000 എണ്ണത്തെ ഒരുമിച്ച് ഞെരിച്ചാൽ എന്താ സ്മെല്ല്? സെയിം ദുർഗന്ധം വരുന്നു. വന്നവർ മൂക്ക് പൊത്തി. ഡെഡ് ബോഡി വീണ്ടെടുക്കാൻ വരുന്ന കൂലിവേലക്കാരുണ്ട്. അവർ അല്പമൊന്ന് മദ്യപിച്ചാലും പോലീസ് അവരെ വിരട്ടാറൊന്നുമില്ല. ഈ പണിക്ക് അത് വേണമെന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? അവർ മൂക്കൊന്നും അടച്ചു പിടിക്കുന്നില്ല. ഈ ദുർഗന്ധം അവർക്ക് താഴമ്പൂ മണമായി തോന്നുമോ ആവോ? മദ്യപിക്കാത്തതുകൊണ്ട് നമുക്കതറിയില്ല. നല്ലത് ചീത്തയായും ചീത്തയെ നല്ലതായും ആക്കുന്ന ഏതോ ഒരു ആൽക്കഹോളിക് ഫോർമുലയിൽ പാതി അടഞ്ഞ് ചുവന്ന കണ്ണുകളുള്ള ഒരു ചേട്ടൻ കൈകൊണ്ട് മണ്ണു മാന്തി മൃതദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. ആൾക്കൂട്ടത്തെ മാറ്റി നിർത്തി പോലീസുകാർ ക്രൈം സീൻ റിബൺ കെട്ടുന്നു. ഒരു റിപ്പോർട്ടർ മയക്കം പിടിച്ച് നിരങ്ങി വീണ് മൃതശരീരത്തിന്റെ കുഴിയുടെ അടുത്തുവരെ നിരങ്ങിയെത്തി. അത്ര ചെങ്കുത്തായ വനം. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ആ വാർത്ത ഞെട്ടലോടെയാണ് ഗ്രാമം കേട്ടത്. അട്ടപ്പാടിയിലെ പുത്തൂർ പഞ്ചായത്തിലെ ഇലച്ചികൾ എന്ന ഊരിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടത് വള്ളിയമ്മ, കൊന്നത് ആൺ സുഹൃത്ത് പഴനി. വള്ളിയമ്മ കൊല്ലപ്പെട്ടു, പ്രതി പഴനി തന്നെ. കുറ്റസമ്മത മൊഴിയിൽ പഴനി പറഞ്ഞത് അന്ന് വനത്തിൽ അവർ ജലം ശേഖരിക്കാൻ പോയി. പഴനി വള്ളിയമ്മയ്ക്ക് പുതിയ ഒരു ആൺ സുഹൃത്തിനോടുള്ള അടുപ്പത്തെക്കുറിച്ച് ചോദ്യം തുടങ്ങി. തർക്കമായി. വഴക്ക് മൂത്ത് ഉന്തും തള്ളുമായി. കയ്യിൽ കിട്ടിയ വിറക് കമ്പെടുത്ത് പഴനി വള്ളിയെ തലയ്ക്കടിച്ചു. അടി കാര്യമായി കൊണ്ടു. വള്ളിയമ്മ ശ്വാസമറ്റു. വെള്ളത്തിന് പിടയുന്നത് ആ മനുഷ്യമൃഗം നോക്കിയിരുന്നു. മരിച്ചു എന്ന് ഉറപ്പാക്കി അവിടെ ഇട്ടിട്ട് പഴനി ഊരിൽ തിരിച്ചു വന്നു. രാത്രിയോടെ പുലി ഇറങ്ങി അത് വലിച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി തിന്നു തീർക്കുമെന്ന് പഴനി കരുതി. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് അതൊന്നറിയാൻ പഴനി വീണ്ടും ആ സംഭവ സ്ഥലത്തെത്തി. വള്ളിയുടെ ജഡം അവിടെ തന്നെയുണ്ട്, അതേപോലെ. അയാൾ കയ്യിൽ കരുതിയ ചെറിയ തൂമ്പ കൊണ്ട് മണ്ണ് മാന്തി അവിടെ മറവ് ചെയ്തിട്ടാണ് നാട്ടിൽ വന്ന് വള്ളിയെ കാണാനില്ലെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടന്നത്. കുറ്റവാളിക്ക് എന്നും കുറ്റകൃത്യങ്ങളോട് അടുപ്പവും
ആഭിമുഖ്യവും ഉണ്ടാവുമെന്ന് ഒരു ബാലപാഠം ഉണ്ട്. ലഹരിക്ക് അടിമയായവരെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ജീവിതത്തിൽ അടുത്ത് ഇടപഴകുന്നവർ സ്വയരക്ഷയ്ക്കായി എപ്പോഴും പോലീസിനെ ആശ്രയിക്കുക. നേരിട്ട് വഴക്കിനും അടിക്കും അവരോട് പോകാതിരിക്കുക. ജീവന് ഭീഷണി തോന്നിയാൽ 100-ലേക്കോ 112-ലേക്കോ ഉടൻ വിളിച്ച് ജീവൻ രക്ഷിക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ വെറും ഒരു തിരോധാനം ഒരു ക്രൂര കൊലപാതകമാണ് എന്ന് പോലീസ് തെളിയിച്ചു. പ്രതി റിമാൻഡിലാണ്. ഓട്ടോപ്സി കഴിഞ്ഞ് ഡെഡ് ബോഡി സംസ്കരിച്ചു. കൂടുതൽ തെളിവ് ശേഖരണത്തിനായി കുറ്റവാളി പഴനിയെ ഉന്നതിയിൽ കൊണ്ടുവരുന്നു. വൻ ജനക്കൂട്ടം. വള്ളിയമ്മയുടെ ആൺ സുഹൃത്തും ഒപ്പം അവിടെ നിൽപ്പുണ്ടായിരുന്നു. പഴനിക്കും അയാൾക്കും തമ്മിലെ നോട്ടത്തിനിടയിൽ പൊട്ടിച്ചിതറാൻ സാധ്യതയുള്ള മറ്റൊരു വാർത്തയുടെ മിന്നൽ പിണർ പായുന്ന പോലെ തോന്നി. ചില വാർത്തകൾ പറഞ്ഞിടുമ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത നോവ് പോലെ. ഞാൻ ഈ ക്രൈം സ്റ്റോറി അവസാനിപ്പിക്കുന്നില്ല. കേൾക്കുന്നത് കേട്ടുടൻ നിങ്ങളോടും പറയാം, സൂക്ഷിക്കണം. ജീവിതമാണ്, സൂക്ഷിച്ചേ മതിയാവൂ. നന്ദി.